കൊടുത്താൽ നമുക്ക് നല്ല വാല്യൂ ആയിക്കാറ്. ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ തുറന്നു പറഞ്ഞാൽ ഇന്നത് നടക്കുന്നുണ്ട് മഹല്ലുകളില്. ഇന്ന് മഹല്ലുകളിൽ നടക്കുന്നുണ്ട്. കല്യാണത്തിന്റെ ആർഭാടത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദ് കുറ്റപ്പെടുത്തി സംസാരിക്കല്ല, അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നല്ല ഇഖ്ലാസോടുകൂടി പഠിച്ചോനെ ഇന്റെ മഹല്ലിൽ നടക്കുന്നതാണല്ലോ ഇങ്ങനെയുള്ള പേക്കൂത്തുകളും പ്രവർത്തനങ്ങളും, എന്റെ ഉത്തരവാദിത്തമാണല്ലോ ഇത് തിരുത്തി കൊടുക്കുക എന്നുള്ളത്, ആ ഉദ്ദേശം വെച്ച് പറഞ്ഞാൽ പോലും സ്വീകരിക്കാൻ തയ്യാറല്ല. പിന്നെ അന്ന് മുതൽ തുടങ്ങി ഉസ്താദിനോടുള്ള വൈരാഗ്യം, ഉസ്താദിനെ പുറകിൽ നിന്ന് താഴത്തേക്ക് വീഴാൻ വേണ്ടി പുട്ടുംകുറ്റിയുടെ അടിയിൽ ചില്ലിട്ട ആളെന്നെയാണ് എന്ത് ചെയ്യണത്, ബാക്കിൽ നിന്ന് വെന്തപ്പോ പുട്ട് മനസ്സിലായില്ല, പുട്ട് താഴത്തേക്ക് അതിന്റെ പൊടി വീഴാതിരിക്കാൻ എന്ത് ചെയ്യും, പുട്ടിന്റെ അടിയിൽ ഒരു ചില്ലിടുന്നല്ലേ പറയാ. ഈ ചില്ലിടുന്നത് ആരാ? അതുണ്ടാക്കണവള് നമ്മളെ ഉമ്മമാരെ. അല്ലാഹു അവർക്ക് ഹൈറ് കൊടുക്കട്ടെ. ധൈർന്നോളി, കാരണം നാളെ രാവിലെ പുട്ട് കിട്ടണമെങ്കിൽ ധരിക്കണം. അപ്പോ അത് വീഴാതിരിക്കാൻ ചില്ലിടുന്ന ആള് ഉമ്മമാര്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. എന്നിട്ട് അതിനെ കുത്തി പുറത്തി അടിക്കണതും ആരെന്നെയാണ്? മഹലിലേക്ക് കൊണ്ടുവന്ന ആളെന്നെ. കാരണം ആ മഹലിൽ നിന്ന് ഉസ്താദിനെ പുറത്തു ചാടിക്കാൻ, ആ വ്യക്തിയുടെ വീട്ടിൽ നടന്ന കല്യാണത്തിന്റെ പേരിലോ എന്തെങ്കിലും അരിതായ്മകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ പുറകിൽ നിന്ന് കുത്തിയത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ഹറാമിന്റെ ഒരു ശുഭഹത്ത് കലർന്നുകൊണ്ടായിരിക്കും. ശുഭഹത്ത് എന്ന് പറഞ്ഞാൽ പറ്റൂല, പച്ച ഹറാമായിട്ടുണ്ട്. ഈ നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാര് തൊടല് പറ്റ കാണല് പറ്റും. പരിശുദ്ധമായ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിന് മാത്രമേ കാഴ്ചപ്പാടുള്ളൂ. എല്ലാത്തിനും കാഴ്ചപ്പാടുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ഇനി പരിശുദ്ധമായ ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതന്നെയല്ലേ. ഇനി ഇത് 2040 ആകുമ്പോഴേക്ക് ആണുങ്ങളിൽ പെണ്ണുങ്ങളൊന്നും സഹായമില്ലാതെ പ്രത്യേക മിഷനറികൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ മുളപ്പിച്ചെടുക്കാൻ പോകും. നിങ്ങളതിന്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അതിന്റെ പരീക്ഷണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ മിഷനറികളുള്ള ഇതിന് പ്രത്യേകമായ സെല്ലുകൾ ഉപയോഗിച്ച് അതിന് ഭ്രൂണവും അണ്ടവും ഒക്കെ ചേർത്തി മിക്സ് ചെയ്ത് പ്രത്യേകമായ ദിവസങ്ങളിൽ അത് അവിടെ ആ മിഷനറികളിൽ ഉപയോഗിച്ച് പിന്നെ അത് കുട്ടികളായി രൂപാന്തരപ്പെട്ട് ഇനി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ലോകം എത്തിപ്പെട്ടാൽ അവിടെയും പരിശുദ്ധമായ ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ടാവും. ഈ മനുഷ്യന് അനന്തരാവകാശം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, ഇന്റെ കൈ ഇവിടുന്ന് മുറിഞ്ഞു, ഈ കയ്യിന് പകരം ഏതോ ഒരു അന്യ സ്ത്രീ ഒരു കൈ തരാൻ എനിക്ക് ഏറ്റു. ആ അന്യ സ്ത്രീയുടെ കൈ പടച്ചോൻ കാക്കട്ടെ. അതൊക്കെ സാങ്കല്പികമായിട്ട് നമ്മൾ പറയാൻ കേട്ടോ. ഇസ്ലാമിന്റെ ആ ഒരു അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവതരിച്ച ആ ആയത്തുണ്ടല്ലോ, ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കി തന്നിട്ടുണ്ട് നബിയേന്ന്. ആ സമ്പൂർണ്ണത മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു അന്യ സ്ത്രീയുടെ കൈ ഇവിടെ വെച്ച് പിടിപ്പിച്ചാല് സത്യത്തിൽ അന്യസ്ത്രീയുടെ കൈ തൊട്ട ഒന്ന് മുറിയും, പരസ്പരം തരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഈ കൈ കൊണ്ട് ഈ കൈമ തൊട്ടാലും ഒന്ന് മുറിയല്ലേ? മസലാപരമായ വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നുള്ളൂ. മസലാപരമായ വിഷയം ഉസ്താമാരെ മറുപടി പറയണ്ടേ? സത്യത്തിൽ അന്യ സ്ത്രീയുടെ ഒരു കൈയാണ് എന്റെ ശരീരത്തിലില്ലേ, മുറിയല്ലേ? അതിന് ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, അത് മുറിയില്ലെന്നാണ്. എങ്ങനെയാണ് ഈ കാഴ്ചപ്പാട് വന്നത്? അതാ ഞാൻ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റു സംഭവം പറഞ്ഞത്. എന്റെ ഒട്ടകത്തിന്റെ മൂക്കുകയർ പോയാലും തെരഞ്ഞെടുക്കുക ഞാൻ എവിടുന്നായിരിക്കും? ഖുർആനിൽ നിന്നായിരിക്കും. അപ്പൊ ഇനി ഇവിടെ അത് മുറിയിലെന്ന് പറയാൻ കാരണം എന്താ? വ്യക്തമായി ഫുഖഹാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഞരമ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തമോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവന്റെ അവയവമായി എന്നുള്ളതാണ്. ഇനി അതിലും കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്.
ഒരു മനുഷ്യന് തന്റെ അവയവം മറ്റൊരുത്തർക്ക് കൊടുക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ ശരീരം, ഈ ബോഡി, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണോ? എന്റെ ഈ കാണുന്ന ഈ ബോഡി നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ശരീരം ഇത് നമ്മളുടെ അവകാശം, നമ്മളതിന്റെ മാലിക്ക്, നമ്മളാ ഇതിന്റെ ഉടമ. പിന്നെ ഉടമാവകാശം ഇല്ലാത്തൊരു സാധനത്തിന് നമുക്ക് എങ്ങനെ അധികാരം ഉണ്ടാവും? ഇത് എനിക്ക് പറയുന്നത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യയാണ്, നിനക്ക് എന്ത് ചെയ്യാം പറയാം. പക്ഷെ ഞാൻ ഇന്ത്യയാണോ? അല്ലട്ടോ, അല്ല. ഇതിനൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണൂല, ഹദീസിൽ നമ്മൾ നോക്കിയാൽ കാണൂല. നോക്കേണ്ടവർ നോക്കിയിട്ട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയവർ പറഞ്ഞത് കേൾക്കാനെങ്കിലുമുള്ള ഒരു സാമാന്യ ബോധം നമ്മൾക്ക് വേണം. അത് ഇല്ലാതെ പോയതിന്റെ ആളുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞ റൂട്ട് പറഞ്ഞില്ലേ, അവിടുന്ന് യുക്തിവാദത്തിലേക്ക് ചാടും, യുക്തിവാദത്തിൽ നിന്ന് മതനിരാസനത്തിലേക്ക് ചാടും എന്ന് പറഞ്ഞില്ലേ, ആ റൂട്ട് അതിന് വട്ട റൂട്ടാ. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് യൂട്ടേൺ അടിച്ചു. അതാണ്. അല്ല, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മതം പരിപൂർണമായ മതമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ പരിപൂർണമായ മതം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഊതുന്നത് വരെ ഈ ഭൂമി ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് വേണം. വാജിബ്, ഹലാല്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത് എന്ന് പറയുന്ന 5 ഹുക്കുമിന്റെ ഉള്ളിൽ നമ്മൾ ഇനി എന്ത് തലകുത്തി മറിഞ്ഞ് എത്രമേൽ വലിയ ഐറ്റിമെന്ന് വിട്ടുപോയി അയിമക്കെത്തി അല്ലേ? ഇപ്പൊ അയിലാണല്ലോ ഇപ്പൊ പറഞ്ഞ് കളിക്കണത്. അയിലേക്ക് എത്തിയാലും അവിടെ ഉണ്ടാവും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുണ്ടാവും. ഇതൊന്നും 1500 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഇസ്ലാം തുടങ്ങിയ അന്നില്ല. ഇസ്ലാമിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചില്ലറ മതക്കാരുടെ ഒരു ആളുകളല്ല, നമ്മൾ ചില്ലറ മതത്തിന്റെ ആളുകളല്ല. നമ്മൾ ഇസ്ലാമിനെ വ്യക്തമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് മതത്തിലേക്ക് വരാനും ആ മതത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കുവാനുമുള്ള ഒരു സാമാന്യ സതുദ്ദേശപരമായി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മതത്തിനോടൊരു അട്രാക്റ്റീവ് അവർക്ക് വന്നുകൊണ്ടിരിക്കും. അത്രമേൽ സുന്ദരമാണ് പരിശുദ്ധമായ ഇസ്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഓരോരോ അവയവങ്ങൾക്കും ഹറാമുകളുണ്ട്. ആ ഹറാമുകളിൽ നിന്ന് നമ്മുടെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ അവയവങ്ങളെ മുഴുവനും നമ്മൾ എല്ലാ നിലക്കും സംരക്ഷിച്ചു കൊള്ളണം. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനമാണ്. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ഇന്ന സമഅ, നിശ്ചയമായും നിങ്ങളുടെ കേൾവി, വൽ ബസറ, നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ, നിങ്ങളുടെ ചിന്തയും അഥവാ നിങ്ങളുടെ ഖൽബും, കുല്ലു ഉലൈക കാന മസ്ഊലാ, ഇതിനെക്കുറിച്ചൊക്കെ നാളെ റബ്ബ് വ്യക്തമായി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഓരോരോ പ്രഭാതം പൊട്ടിവിടരുന്ന പ്രദോഷത്തിലേക്ക് കയറുന്നു, പ്രദോഷത്തിൽ നിന്ന് പ്രഭാതത്തിലേക്ക് വീണ്ടും വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര പ്രഭാതങ്ങൾ, എത്രയെത്ര മണിക്കൂറുകൾ, ആഴ്ചകൾ, സെക്കൻഡുകൾ, വർഷങ്ങൾ ഇങ്ങനെയങ്ങ് പോയി എന്തെങ്കിലുമായി മരണപ്പെട്ടു പോയാൽ മതിയോ? പറ്റൂല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കൾക്ക് അതൊട്ടും അഭിവാജ്യമല്ല, ഭൂഷണമായ ഒന്നല്ല. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, വ്യക്തമായ റൂട്ടുകൾ ഉണ്ടാവണം, വ്യക്തമായ മാർഗങ്ങൾ ഉണ്ടാവണം, വ്യക്തമായ ദർശനങ്ങൾ ഉണ്ടാകണം. ആ ദർശനമാണ് പരിശുദ്ധമായ ഖുർആന്, ആ മാർഗമാണ് തിരുഹദീസുകള്, ആ മാർഗമാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നത്. ആ ഇമാമിങ്ങളെ അനുസരിക്കാതെ അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ നമുക്ക് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയൂല. ഞാൻ വെറും ഖുർആന് മാത്രമേ അംഗീകരിക്കൂ, ഞാൻ വെറും ഹദീസ് മാത്രമേ അംഗീകരിക്കൂ എന്നൊരുത്തൻ പറഞ്ഞാൽ അവനാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ പരമകിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോ ഖുർആൻ മറിച്ചുകൊണ്ട്
സൂറത്തുൽ ബഖറ എടുത്തു നോക്കി, സൂറത്ത് ആൽ ഇംറാനിലേക്ക് വന്ന് സൂറത്തുൽ മാഇദ മറിച്ചു നോക്കി, അത് കഴിഞ്ഞ് സൂറത്തുൽ നാസിലേക്ക് എത്തി. ഇതുവരെ ചർച്ച ചെയ്തിട്ടൊന്നും ഈ വക വിഷയങ്ങളൊന്നും ഒരിക്കലും കാണാൻ സാധിക്കൂല. കാരണം നമ്മൾ അത്രയേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇജ്തിഹാദിന് ഗവേഷണം ചെയ്തുകൊണ്ട് പരിവർത്തനം നടത്തി ചർവണം നടത്തിക്കൊണ്ട് അവർ ഏതെല്ലാം മേഖലകളിലേക്ക് ഇതിനെ തിരിച്ചുവിട്ടതിന്റെ തഫ്സീറുകൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടോ അത് മനസ്സിലാക്കി അതിൽ നിന്ന് പരിശുദ്ധമായ ഹദീസിനെ സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കടഞ്ഞെടുത്ത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാക്കി, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായ ചർച്ചകൾ ചെയ്തുകൊണ്ട് ഒരഭിപ്രായത്തിൽ നിന്ന് പല വ്യത്യാസങ്ങളും വന്ന് അതിൽ നിന്ന് ഏറ്റവും പ്രബലമായതേത്, അസഹേത്, സ്വഹീഹേത്, അഖ്വാലേത്, ഖൗലേത്, ഇതൊക്കെ മാറ്റിമറിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധരായ ഇമാമിങ്ങൾ പറഞ്ഞു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയല്ലാതെ ഒരു നിർവാഹവുമില്ല. മരിച്ച് പരിശുദ്ധമായ ഖുർആനിലുള്ളതേ ഞാൻ അംഗീകരിക്കൂ എന്നൊരാള് പറഞ്ഞാൽ, പരിശുദ്ധ ഹദീസിലുള്ളത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്നൊരാള് പറഞ്ഞാൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മുട്ടിപ്പോകുന്നതാണ്. അവനക്ക് ഉത്തരമുണ്ടാവൂല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും കാലത്തിന്റെ വെല്ലുവിളികൾക്കും മാറി നടക്കാൻ സാധിക്കൂല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഏറ്റവും വലിയ വഴികേടിലായ ആളുകളെ സ്വർഗ്ഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്യത്തിലും മദിരാശിക്കും അടിമപ്പെട്ടുകൊണ്ട് മതോന്നതരായി കടിഞ്ഞോടുന്ന ഒരു ജനസമൂഹത്തെ മദ്യത്തിൽ നിന്ന് പാടേ ഒഴിഞ്ഞു മാറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചത് പരിശുദ്ധമായ ഖുർആനാണ്, തിരു ഹദീസുകളാണ്. ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഔസാനി ഖലീലി അബൂ ദർദാ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, എന്നോട് വസിയത്ത് ചെയ്തു ഖലീലി, എന്റെ പ്രിയതമൻ, എന്റെ കൂട്ടുകാരൻ. ആരാണ് കൂട്ടുകാരൻ? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബി എന്നോട് ഒരു വസിയത്ത് ചെയ്തു. എന്താണ് വസിയത്ത്? ലാ തശ്റബിൽ ഖംറാ. നബിയേ, നബിയുടെ വസിയത്ത് എന്താണ്? അബൂ ദർദായിനോട്, അബൂ ദർദാ, അങ്ങ് ഒരിക്കലും കള്ളു കുടിക്കരുത്. ലാ തശ്റബിൽ ഖംറാ, കള്ളു കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് കള്ളു കുടിക്കുക എന്ന് പറയുന്നത്, മദ്യം നുണയുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് കള്ളു കുടിച്ചാൽ മതി, മദ്യത്തിന് അടിമപ്പെട്ടാൽ മതി, പിന്നെ അവരിൽ സകലമായ തിന്മകളും കടന്നു വരുമെന്നാണ് ഹബീബുനാ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഉറങ്ങിയ 12 കാലായി അല്ലേ? ഇത്തരം നാളെ ഏതായാലും പറയില്ല, ഇന്നിങ്ങനെ നീണ്ടതാണ്. വന്ന ആവേശം, വന്ന ക്ഷീണം, ഇവിടേക്ക് എത്തിയപ്പോ ഒന്ന് ഊർജം കിട്ടിയപ്പോഴേ ആള് പറഞ്ഞതാ. യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ 1/4 മണിക്കൂർ പറഞ്ഞ് നിർത്തണം എന്നായിരുന്നു കരുതിയിരുന്നത്. ഞാൻ അതിന് പറഞ്ഞത് യാസീനോട്, ഇന്നും നിങ്ങളല്ലേ ചോദിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് ഒപ്പിച്ചിക്കാണെന്നാണ് പറഞ്ഞതിനോട്. അൽഹംദുലില്ലാ, അവൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ലേലം ചെയ്യാനുണ്ട്. മുന്തിരിതയ്യോ അപ്പൊ ലേലം ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ഞാൻ ലേലം ചെയ്യാം, ബാക്കി ലേലം ചെയ്യല്ലേ? ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് വായിക്കുമ്പോ വായിക്കല്ലേ? ഇൻഷാ അല്ലാഹ്.
ചളവഞ്ഞ് ലേലം വിളിയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇതിൽ പരമാവധി സഹകരിക്കണം. നമ്മുടെ മദ്രസ എന്ന് പറഞ്ഞാൽ മുനവറുൽ ഇസ്ലാം മദ്രസ നമ്മുടെ ഈ ദ്വീപിലെ സത്തിലാത്ത് ദ്വീപിലെ പഴയ ഒരു മദ്രസയാണ്. ഏറ്റവും ആദ്യം നിലകൊണ്ട മദ്രസയാണ് നമ്മുടെ മദ്രസ. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് തന്നെ എത്തണം. അത് എത്തിക്കാൻ ഏറ്റവും പ്രാപ്തരായ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടർ ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലേലം വിളിയിലേക്ക് നമ്മുടെ യാസീൻ വൈസി ഉസ്താദ് കടക്കും. അതെ അതെ, മാഷാ അല്ലാഹ്. ഇത് ഒരു കൊല്ലം മുന്തിരി ഒറിജിനലാണ്, പ്ലാസ്റ്റിക് അല്ല. ഇത് ഇവിടെ ഉണ്ടായതാണ് നമ്മുടെ ചെത്തിലാത്ത് ദ്വീപിലെ ചെത്തിലാത്ത് ദ്വീപില് ഉണ്ടായൊരു മുന്തിരിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് ലേലം വിളിച്ച് ഞാനെന്നാണ് ഉദ്ഘാടനം ചെയ്യും. പിന്നെ ലേലം വിളി സജീവമായി നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമ്മീ പറയാത്തത് കണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാള് ഈ വർഷത്തെ ആദ്യത്തെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് 313 ബദരീങ്ങളുടെ നാമം കൊണ്ട് അവരുടെ എണ്ണം കൊണ്ടാണ് ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത്. അല്ലാഹു ആ സഹോദരന് ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ കൊച്ചിയിൽ വന്ന് താമസിച്ച റൂമിന്റെ പേര് 313 തീർന്നു. അത് കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അവിടെ ആരാ സീദിക്ക എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അള്ളാഹു ആ സഹോദരന്റെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. 313 രൂപ 400 അൽഹംദുലില്ലാഹ് 400 രൂപ 400 രൂപ നമ്മളെ 400 രൂപ. ഇതിനിപ്പോ 400 രൂപ എല്ലാം എല്ലാവർക്കും അറിയുന്നതാട്ടോ. ഇതിന് 400 രൂപ ഒന്നും വിലയില്ല. ഇത് എന്താണ്? ഇതൊരു സ്വതക്കയാണ് നമ്മൾ നൽകുന്നത്. എന്തിലേക്ക്? നമ്മുടെ ഈ മദ്രസ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാട്ടിൽ ദീനുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾ മതം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിലെ ഒരു ഹർഫ് ആ കുട്ടികൾ ബീൻ ഓതിയിട്ടുണ്ടെങ്കിൽ ഈ ലേലം വിളിച്ചെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിന്റെ ഒരു പ്രതിഫലം കിട്ടാതെ പോകില്ല. 400 രൂപ 500 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മാനായ രാജ സയ്യിദായ അല്ലാഹുവേ, ഈ മുന്തിരി ആരാണോ ഇവിടുന്ന് വിളിച്ചു പോകുന്നത് അവർക്ക് എല്ലാ നിലക്കുള്ള ഖൈറും നീ നൽകണമല്ലോ. ഈ ലേലം വഴിയിൽ സഹകരിക്കുന്ന എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പരിപൂർണമായി ഹാസിലാക്കണം റഹ്മാനേ. ഇരുലോക വിജയികളിൽ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമല്ലോ. 500 രൂപ ഒരു വട്ടം 500 രൂപ. സഹോദരിമാരുടെ അവിടുന്ന് വിളിക്കണത് ആരെങ്കിലും പോവുകയൊക്കെ ഉണ്ടാവും. ഒലിക്ക് വിളിക്കണം എന്നുണ്ടാവും. നിങ്ങൾ ആരും അവിടെ ഉണ്ടാവാത്തോണ്ട് നിങ്ങൾ വിളിച്ചു പറയില്ല. ആളുണ്ടോ? കണ്ടോ അവിടെ അല്ലേ? 500 രൂപ ഒരു വട്ടം. മാഷാ അല്ലാഹ് 600 രൂപ. എവിടുന്ന? സഹോദരിമാരുടെ ഭാഗത്തല്ലേ? അൽഹംദുലില്ലാഹ്. ആരാണോ പടച്ചവനെ 600 രൂപക്ക് വിളിച്ച സഹോദരിയെങ്കിൽ അല്ലാഹ് പരിശുദ്ധമായ ദീനീ ഉലൂമുകൾ പഠിക്കുന്ന ഈ മദ്രസയ്ക്ക് വേണ്ടി സംഭാവനയിലൂടെയാണ് ഈ ലേലങ്ങൾ നടക്കുന്നത്. ഇവിടെ പഠിക്കുന്ന ഓരോ ഹർഫിന്റെയും പ്രതിഫലം ആ സഹോദരിക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനേ.
കൊടുച്ചവനെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണമെന്നല്ല. മനസ്സിന്റെ അകതാരം നൂറുന്ന 100,000 പ്രശ്നങ്ങളുണ്ടാകും. ഈ സ്വതക്ക നൽകാമെന്ന മോഹത്തോടുകൂടി വിളിക്കാൻ ഏറ്റെടുത്ത സഹോദരിയുടെ എന്ത് 100,000 പ്രശ്നങ്ങളാണെങ്കിലും നീ പരിഹാരം നൽകണമല്ല. 600 രൂപ 786 രൂപ. എന്താ 786ന്റെ രഹസ്യം അറിയാം? അല്ല, അതിന്റെ കൂടെ പറഞ്ഞോട്ടെ എഴുതിയിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്. അത് നമുക്ക് അറിയാം. പക്ഷെ അത് എങ്ങനെ കിട്ടിയെന്നുള്ളത് അറിയാം. അറബി അക്ഷരങ്ങൾക്ക് ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഈ മന്ത്രിക്കണ ഉസ്താദന്മാരില്ല, ഈ അസ്മാ തത്സമാ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടത് ഇവിടെ അങ്ങനെ ആളുണ്ടോ? ആശാള്ള വർഷം പറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ആള് വേണേ. എന്തെങ്കിലുമൊക്കെ ആപല് ഘട്ടങ്ങളിൽ ഉണ്ടാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നില്ല തണലായിട്ട് നമുക്ക് ഉണ്ടാകുക. എന്റെ ഒരു സുഹൃത്തുണ്ട് ഇതേപോലെ. മൂപ്പര് ഭയങ്കര അങ്ങോട്ട് തലക്കെത്തിയത് പഠിപ്പിക്കുന്ന ഒരാളാണ്. സിറാജുദ്ദീൻ ഫൈസി അറിയും. മൂപ്പര് വീട്ടിൽ തന്നെയാണ് ജുമാക്ക് പോയി കുത്തുപാത്തി പോരുന്നത്. അങ്ങനെയുള്ള ജോലിയാണ് മൂപ്പരപ്പം. ഞാൻ 1-2 ആവശ്യങ്ങൾക്കൊക്കെ പുറത്തിങ്ങനെ പോകുമ്പോൾ കാണുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 എന്ന് പറയുന്നത് ഓരോ അക്ഷരങ്ങൾക്കും എന്തുണ്ട്? ഓരോ സംഖ്യകളുണ്ട്. അലിഫിന് 1, ബാഇന് 2 എന്ന് പറഞ്ഞിട്ട് അബ്ജദ്, ഹവ്വദ്, കുത്തി, കലമൻ, സഹഫസ്, കറസത്ത് എന്ന് പറയുന്ന ഒരു കുറവന്നെ ഉണ്ടായില്ല. അങ്ങനെ ബാഇന്റെ സംഖ്യ, അത് കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്, അലിഫിന്റെ സംഖ്യ, അത് കഴിഞ്ഞിട്ട് സീനുണ്ട്, സീനിന്റെ സംഖ്യ. ഇതൊക്കെ പാടെ കൂട്ടിയാലാണ് കിട്ടുന്നത് 786 എന്നുള്ളത് കിട്ടുക. അങ്ങനെ ഓരോന്നിനും. ഇപ്പം എൻ്റെ പേര് മൻസൂർ. ഇതിന് അതിനൊരു ചുരുക്ക സംഖ്യ ഉണ്ട്. എത്ര കൂട്ടിച്ച് എനിക്ക് ഓർമ്മല്ല. അങ്ങനെ ഓരോന്നിനുണ്ട്. അറബി പദങ്ങളിലുള്ള ഓരോന്നിനുണ്ട്. ബിസ്മിയുടെ ആ കണക്കനുസരിച്ചാണ് 786 എന്ന് പറയുന്നത്. ഏതായാലും 786 രൂപക്ക് ആരാണ് വിളിച്ചത്? സഹോദരനല്ലേ? അല്ലാഹുവേ, ബിസ്മിയുടെ ചുരുക്കനാമം കൊണ്ട് പരിശുദ്ധമായ ഈ ദീനിന്റെ സംരംഭത്തിലേക്ക് 786 രൂപ സംഭാവന നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സഹോദരൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഖൈർ നൽകണമല്ല, റാഹത്ത് നൽകണം റഹ്മാനെ, സമാധാനം നൽകണം അല്ല, കുടുംബ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള ബറക്കാത്തുകളും നൽകണം റഹ്മാനെ, ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണം അല്ല. 786 രൂപ ഒരു വട്ടം. 786. പിന്നെ 786 രൂപ 1.5 1.25 ഉച്ചുച്ചര എന്നൊക്കെ പറയില്ലേ? ഇവിടെ സഹോദരിമാരുണ്ട്. ഓർമ്മ വിളിക്കണില്ലേ? 4 അക്ക സംഖ്യയിലേക്കാണ് കടന്നാ നിർത്താച്ചിട്ടാ. അൽഹംദുലില്ലാഹ് 1001 രൂപ. മാഷാ അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വഅദ് മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഈ മുന്തിരിക്കുലക്ക് എത്ര രൂപയാണ് വിലമതിക്കുക എന്ന് വിളിച്ച സഹോദരനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം മാർക്കറ്റ് വില എത്രയാണെന്ന്. പക്ഷേ നിന്റെ പരിശുദ്ധമായ ദീനിനെ മുൻനിർത്തിക്കൊണ്ട് 1001 രൂപക്ക് ഒരു സഹോദരൻ വിളിച്ചിരിക്കുകയാണ്. അല്ലാഹ്
ഇഖ്ലാസോടെ ഇഹ്സാനായി ഞങ്ങളുടെ പ്രാർത്ഥന നീ കബൂലാക്കണം റഹ്മാനേ. ആ സഹോദരന്റെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണം അല്ലാഹ്. പഠിച്ചവനെ ഉദ്ദേശങ്ങളൊക്കെ എല്ലാ നിലക്കും നീ ഹസ്സലാക്കി കൊടുക്കണം റഹ്മാനേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള രാവുകളിൽ ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരും പല നിലക്കും സംഭാവനകൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ലേലം വിളിയിലൂടെയും അതുപോലെയും സംഭാവനയിലൂടെയും അല്ലാതെ പല നിലക്കും ഈ സംരംഭത്തിലേക്ക് ഈ സഹായത്തിലേക്ക് സഹായിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണമല്ല. പ്രത്യേകിച്ച് 1001 രൂപയ്ക്ക് ഈ മുന്തിരി ലേലം ചെയ്ത ആ സഹോദരന് എല്ലാവിധ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകണം റഹ്മാനേ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് ബലായിൽ നിന്ന് ആ സഹോദരനെയും ഞങ്ങൾക്കൊക്കെ പരിപൂർണമായ സംരക്ഷണം നൽകണം അല്ലാഹ്. 1001 രൂപ 1001 രൂപ ഒരു വട്ടം, 2 വട്ടം, 1001 രൂപ. വിളിച്ച സഹോദരൻ വരി, വിളിച്ച സഹോദരൻ ഇങ്ങോട്ട് വരി, അല്ല ഇങ്ങോട്ട് വരി. ഇത് ഞാനെങ്ങനെ തരാച്ചിട്ടാണ്, വേറൊന്നിനല്ല. 1001 രൂപ 3 വട്ടം. പടച്ചും പറക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.